നമസ്കാരം. ധാരാളം സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ക്ലാസ്സിലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ LD ക്ലർക്കിൻ്റെ ആണ്. എക്സ് സർവീസ്മെൻ ഉള്ളി 7/10/2021 നടന്ന എക്സാമിൻ്റെ ആൻസേഴ്സാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഫസൽ അലി. ഫസൽ അലി ആയിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞല്ലേ. അതിൽ അംഗങ്ങൾ ആരെല്ലാമായിരുന്നു? സർദാർ KM പണിക്കർ, HN ഖുൻസ്രു. സർദാർ KM പണിക്കർ, HN ഖുൻസ്രു എന്നിവരായിരുന്നു അംഗങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. ഇനി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 1953 നിലവിൽ വരുന്നത് അല്ലേ. ഇനി സംസ്ഥാന പുനഃസംഘടനാ നിയമം വന്നതെന്നാണ്? നിയമം 1956 നിയമം, സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വരുന്നത്. ഇനി ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷം ഏത് തന്നെയാണ്? 1956. ഓക്കെ, അങ്ങനെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ആയിട്ട് മാറി അല്ലേ. ഇതെല്ലാം ഇതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതായിരുന്നു? ആൻസർ ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ആധുനിക വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജംഷഡ്ജി ടാറ്റയാണ്. ഓക്കെ, എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായം ഏതാണ്? പരുത്തിത്തുണി വ്യവസായമാണ്. ഇനി ഇരുമ്പുരുക്ക് വ്യവസായം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകൾ അല്ലേ, ടിസ്കോ അത് ജാർഖണ്ഡിലാണ് ഉള്ളത്, ബൊക്കാറോ ജാർഖണ്ഡിലാണ് ഉള്ളത്. അത് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാല ഏതാണ്? വിശ്വേശ്വരയ്യയാണ് അല്ലേ. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാല വിശ്വേശ്വരയ്യയാണ്. വിശ്വേശ്വരയ്യയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാല. ഓക്കെ, നെക്സ്റ്റ് വൺ, ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടേട്ട് രാജ്യം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി ആരാണ്? ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടേട്ട് രാജ്യം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഭരണാധികാരി ആരായിരുന്നു? ആൻസർ കൊട്ടേട്ട് രാജ്യം ആരായിരുന്നു? കൊട്ടേട്ട് രാജ്യം എന്ന് പറയുന്നത് ആരാണ്? പഴശ്ശിരാജയാണ്. ആര് തന്നെയാണ്? പഴശ്ശിരാജയാണ് കൊട്ടേട്ട് രാജ. അതിന് വേറൊരു പേരെന്താണ്? പുരളീശമ്മൻ വേറൊരു പേരുണ്ട് അല്ലേ. കേരള സിംഹമെന്നും പഴശ്ശിരാജയെ പറയാറുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലേ പഴശ്ശിരാജയാണെന്ത് ഗറില്ല യുദ്ധമുറ ആവിഷ്കരിച്ചല്ലേ. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജയാണ് ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഏതായിരുന്നു? ഗറില്ല യുദ്ധതന്ത്രം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരുകൾ എന്തൊക്കെയായിരുന്നു? കൊട്ടേട്ട് രാജ എന്ന് പറയുന്നു അല്ലേ. പിന്നെന്താണ്? പുരളീശമ്മൻ എന്ന് പറയുന്നു. കേരള സിംഹം, സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് കേരള സിംഹം എന്നറിയപ്പെടുന്ന ആരാണ്? പഴശ്ശിരാജയാണ് അല്ലേ. അതുപോലെ ഗറില്ല യുദ്ധതന്ത്രം ആവിഷ്കരിച്ചിറങ്ങി ബ്രിട്ടീഷുകാർക്കെതിരെ പ്രയോഗിച്ചത് ആരായിരുന്നു? ഇദ്ദേഹം പഴശ്ശിരാജ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാതയാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ അലഹബാദ് ഹാൽഡിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത. നെക്സ്റ്റ് വൺ, സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരല്ല? സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരല്ല? ആരൊക്കെയാണ്? ഏതാണ് ആൻസർ? CR ദാസ്, മോത്തിലാൽ നെഹ്റു. ബി ആണ്. CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് എന്ത് സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തത് അല്ലേ. അതെന്നാണ് ഉണ്ടായെന്നറിയാമോ? 1923 ജനുവരി 1. 1923 ജനുവരി 1 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തത്. 1923 ജനുവരി 1 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തത്. ഓക്കെ, ഇനി CR ദാസും മോത്തിലാൽ നെഹ്റുവും ഒക്കെയാണ് എന്ത് ചെയ്തേക്കുന്നതിൻ്റെ
രൂപീകരിച്ച പാർട്ടി അല്ലേ. ഇനി സ്വരാജ് പാർട്ടിക്ക് തീരുമാനമെടുത്ത സമ്മേളനം, സ്വരാജ് പാർട്ടി ഉണ്ടാകണമെന്ന് തീരുമാനമെടുത്ത സമ്മേളനം ഏതാണ്? ഗയാ സമ്മേളനം. ഏതാണ്? ഗയാ സമ്മേളനം. ഇനി സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? അഹമ്മദാബാദിലാണ്. ഓക്കെ, അതാണ് അഹമ്മദാബാദിലാണ്. അതിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? ആദ്യം CR ദാസ് ആയിരുന്നു. സെക്രട്ടറി ആരായിരുന്നു? മോത്തിലാൽ നെഹ്റു ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി എത്രയാണ്? ആകെ വിസ്തൃതി എത്രയാണ്? ആൻസർ 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വിസ്തൃതി. ഇനി വലിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ മൂന്നാമത്തെ സമുദ്രം ഏത് തന്നെയാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ് അല്ലേ. ഏറ്റവും വലിയ മൂന്നാമത്തെ സമുദ്രം ആരാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇനി ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ് അല്ലേ. ഇന്ത്യ എന്നറിയപ്പെടുന്നില്ലേ. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ സൈനിക താവളം ഏതാണ്? ഡീഗോ ഗാർഷിയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ സൈനിക താവളം. നെക്സ്റ്റ് വൺ, അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയ വനിത ആരാണ്? അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത ആരാണ്? ടെസ്സി തോമസ് ആണ്. നെക്സ്റ്റ് വൺ, കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം. കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ആൻസർ മരുപ്രദേശം. ഏതാണ്? മരുപ്രദേശം. അപ്പോൾ കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതിയാണ് ചോദിച്ചല്ലേ, അതിൽ മരുപ്രദേശമാണ് ആൻസർ. എന്നാൽ മലനാട്, ഇടനാട്, തീരപ്രദേശം അല്ലേ, ഇത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് 3 തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് മലനാടും ഇടനാടും തീരപ്രദേശവുമാണ് ആണല്ലോ. ഇനി മലനാട് എത്ര കാണുമായിരിക്കും? ഏകദേശം 48% കാണുക. ഇടനാട് 42% കാണുക. ബാക്കി 10% ആരുള്ളൂ? തീരപ്രദേശങ്ങൾ ഉള്ളൂ ആണല്ലോ അല്ലേ. ഇനി ഈ 10% ഏതാണ്? തീരപ്രദേശമാണല്ലോ. അങ്ങനെ വരുമ്പോൾ അവിടെയാണ് നെല്ലും തെങ്ങും ഒക്കെ ധാരാളമായിട്ടില്ല. പ്രധാന കാർഷിക വിളയായിട്ട് എവിടെയാണ് കാണുന്നത്? നെല്ലും തെങ്ങും ഒക്കെ തീരപ്രദേശങ്ങളിലാണ് കാണുന്നത്. ഇനി മലനാടെന്ന് പറയുമ്പോൾ ഏത് ഭാഗം വരും? കേരളത്തിൻ്റെ കിഴക്ക് ഭാഗമാണ് മലനാട് വരിക. അവിടെ തന്നെയാണ് ഇവിടുത്തെ കിഴക്കൻ തീരത്തിൽ വേറൊരു പേരെന്ത് പറയാം? പശ്ചിമഘട്ടം എന്ന് പറയാം. അതായത് കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കാണുന്ന പർവ്വത നിരയാണെന്ത്? പശ്ചിമഘട്ടം. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ കിഴക്ക് ഭാഗം ഏതാണ്? മലനാട് അല്ലേ. ഭൂപ്രകൃതി അനുസരിച്ച് 3 തിരിക്കുന്നു: മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പോൾ കേരളത്തിൻ്റെ കിഴക്കൻ ഭാഗത്ത് എന്ത് കാണുക? മലനാട് കാണുന്നു. അപ്പോൾ കേരളത്തിൻ്റെ കിഴക്കൻ ഭാഗത്ത് കാണുന്ന പർവ്വതനിര ഏതാണ്? പശ്ചിമഘട്ടമാണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ, ഫ്രഞ്ച് ചേരിചേര പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനം. ചേരിചേര പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? ആൻസർ ബന്ധുങ് സമ്മേളനം. ഓക്കെ, നെക്സ്റ്റ് വൺ, സമീപകാലത്ത് വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ. സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ ഏതാണ്? ആൻസർ ബ്യാരി. ഓക്കെ, നെക്സ്റ്റ്, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം. ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം. എന്നാണിത് നടന്നത്? ടെന്നീസ് കോർട്ട് നടന്ന വർഷം ഏതാണ്? 1789 ജനുവരി 20. ഓക്കെ, അപ്പോൾ ടെന്നീസ് കോർട്ട് ആരുടെയാണ്? ഫ്രഞ്ച് വിപ്ലവം എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ആൻസർ ഏതാണ്? ആൻസർ ചിനുക്ക് എന്ന് പറയും. ചിനുക്കാണ് ആ ഉഷ്ണക്കാറ്റ്. ഏതാണ്? അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ. അതാണ് ഏത്? ചിനുക്ക് എന്ന് പറഞ്ഞാൽ. ഇതാണ് ചിനുക്ക്. ഇനി കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് സഹായകമാകുന്ന കാറ്റും ഏത് തന്നെയാണ്? ചിനുക്കാണ്. ഗോതമ്പ് കൃഷിക്ക് സഹായകമാകുന്ന കാറ്റും ഏതാണ്? ഈ ചിനുക്കാണ്.
ഗോതമ്പ് കൃഷിക്ക് സഹായകമാകുന്ന കാറ്റ് ഏതാണ്? ചിനുക്കാണ്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള വേറൊരെണ്ണം ഉണ്ടല്ലോ, ഫൊൻ എന്ന് പറയും അല്ലേ. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഫൊൻ. അതായത് യൂറോപ്പിലെ ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ആരാണ്? ഫൊൻ എന്ന് പറയും. അത് യൂറോപ്പ് എന്ന് ഓർത്തിരിക്കണം അല്ലേ. ഇനി അവിടെ മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന പ്രാദേശിക വാതകമാണിത്, ഈ ഫൊൻ. മുന്തിരിക്കുല, ഫൊൻ, മുന്തിരിക്കുല അല്ലേ. ഇനി ഹർമാറ്റ് എന്ന് പറയുമ്പോൾ ഡോക്ടർ എന്നൊക്കെ പേരുണ്ട് കേട്ടോ. ഡോക്ടർ എന്ന പേരാണ് ഹർമാറ്റൻ. ഇവിടെ ആഫ്രിക്കയിലെ അല്ലേ സഹാറ മരുഭൂമിക്ക് അടുത്തുകൂടി, അതായത് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന കാറ്റാണ് അല്ലേ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്നും പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന കാറ്റാണ് വരണ്ട കാറ്റാണ്. ഉഷ്ണക്കാറ്റല്ല, വരണ്ട കാറ്റാണ് ആര്? ഹർമാറ്റ് എന്ന് പറഞ്ഞാൽ. ഡോക്ടർ എന്ന പേരുമൊക്കെ ഉണ്ട്. ഇനി ലൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശികവാദമാണ് ലൂ. ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശികവാദമാണ് ഏത്? ലൂ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ, കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു. മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് സി, 1, 3 എന്നിവ അല്ലേ. ഇതിൽ ഖാരിഫ് വിള എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? നെല്ല്, ചോളം, പരുത്തി, തിന, ചണം, കരിമ്പ്, നിലക്കടലയൊക്കെ എന്താ? ഖാരിഫ് വിളയാണ്. ഓക്കെ. റാബി ഗോതമ്പ് അല്ലേ. റാബി ഗോതമ്പ്, പുകയില, കടുക് അല്ലേ, അതുപോലെ പയർവർഗ്ഗങ്ങളും ഒക്കെയാണ് ഇത് റാബി. സെയ്ത് പറഞ്ഞാൽ എളുപ്പം പഠിക്കാം. സെയ്ത് എന്താണ്? പഴം, പച്ചക്കറിയാണ്. ഓക്കെ. നെക്സ്റ്റ്, താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്ന ഏതാണ്? വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഏതാണ് ആൻസർ? വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ ഉൾപ്പെടുന്ന ഏതാണ്? ആൻസർ വരുന്നത് ഏതാണ്? നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. ഏതാണ്? നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നാണ്. വാണിജ്യ ബാങ്കുകളുടെ ധർമ്മം എന്താണ്? നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. എന്താണ് വാണിജ്യ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ? ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുകയും വാണിജ്യം, വ്യവസായം, കൃഷി തുടങ്ങിയ വ്യവസ്ഥയ്ക്ക് വിധേയമായി വായ്പകൾ നൽകുന്നതാണെന്ത്? വാണിജ്യ ബാങ്കുകൾ അല്ലേ. അതായത് സമ്പാദ്യം നിക്ഷേപിക്കുക, നമ്മുടെ സേവിങ്സ് ഡെപ്പോസിറ്റ്, പ്രചരിത നിക്ഷേപം, അതായത് കറണ്ട് ഡിപ്പോസിറ്റ്, ഫിക്സഡ് ഡിപ്പോസിറ്റ്, റിക്കറിംഗ് ഡിപ്പോസിറ്റ്, ഇതെല്ലാം സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളാണ് അല്ലേ. ഇതെല്ലാം ആര് സ്വീകരിക്കും? വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നാണ്. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ് അല്ലേ. ഭിലായ് ഒഡീഷ, റൂർക്കല ഛത്തീസ്ഗഡ്, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, ബൊക്കാറോ ജാർഖണ്ഡ്. ഇതിലേതാണ് ആൻസർ വരുന്നത്? സി ആണ്. 3, 4 എന്നിവയാണ് ശരിയായ ജോഡി. 3, 4 എന്നിവയാണ് ശരിയായ ജോഡി. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവന നിരീക്ഷിക്കുക. ഇതിൽ ശരി ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയാണ്? 1, 2, 3 ശരിയായ പ്രസ്താവനയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 2, 3 ശരിയായ പ്രസ്താവനകളാണ്. നെക്സ്റ്റ് വൺ, ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായുള്ള മാറ്റത്തിൽ പെടുന്നവ ഏതാണ്? ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായുള്ള മാറ്റത്തിൽ പെടുന്നവ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3 അല്ലേ. 1, 2, 3 കാര്യങ്ങൾ ശരിയാണ്. നെക്സ്റ്റ് വൺ, 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടു കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ആൻസർ പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. നെക്സ്റ്റ് വൺ, UNDPയുടെ 2020 റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2020 റിപ്പോർട്ട് അനുസരിച്ചിട്ട് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? ആൻസർ 131 വരിക. 2020 എത്ര വരിക? 131 വരിക. ഇനി 2021 എത്രയായിരുന്നു? 132 മാറി. ഓക്കെ, 132 മാറി. ആകെ 180 രാജ്യങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോഴത്തേക്കിന് 132ാമതാണ് ഇന്ത്യ വരിക അല്ലേ. ആ സമയത്ത് ശ്രീലങ്കയ്ക്ക് 73ാം സ്ഥാനം ആയിരുന്നു കേട്ടോ. ഇനി ഇവർ തിരിക്കുന്ന വെച്ചാൽ ആയുർദൈർഘ്യത്തിൻ്റെ അനുസരിച്ചാണ് ഇതിങ്ങനെ കുറഞ്ഞു പോയെന്നാണ് ഒരു കണ്ടെത്തൽ വന്നേക്കുന്നത്. ആയുർദൈർഘ്യം എന്ന് പറയുമ്പോൾ 20ൽ ആയുർദൈർഘ്യം 69.7 ആണെങ്കിൽ അത് കുറഞ്ഞ് എത്രയായിട്ട് മാറി? 67.2 2021 മാറി. അതാണ് റീസൺ എന്നാണ് പറയുന്നത്.
അപ്പോൾ 2020 131 ആൻസറെങ്കിൽ 2021 എത്രയാണ്? 132 എന്ത് മാറി? മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം മാറി. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഒന്ന് മാത്രമാണ് പെടാത്തത്. മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശമാണ് അതിൽ പെടാത്തത്. നെക്സ്റ്റ് വൺ. കേരള കൃഷി വകുപ്പിൻ്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായി എയിംസിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ആൻസർ അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. അഗ്രികൾച്ചറൽ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. നെക്സ്റ്റ് വൺ. കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതല്ല? ആൻസർ 1, 2, 3 1, 2, 3. ഓപ്ഷൻ ഡി ആണ് 1, 2, 3. 1, 2, 3 ആൻസർ വരിക. ശരിയായ പ്രസ്താവനകൾ 1, 2, 3. നെക്സ്റ്റ് വൺ. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയെ ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതല്ല? ദുരന്ത നിവാരണ അതോറിറ്റിയെ ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത്. 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. 2008 മെയ് 4 കേരളത്തിലെ ആദ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നതാണ് തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ് വൺ. കേരള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മന്ദഹാസം പദ്ധതി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുക? മന്ദഹാസം പദ്ധതി എന്താണിത്? കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ച് കൊടുക്കുന്നു. കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണെന്ത്? മന്ദഹാസം. അല്ലേ? ചിരിക്കണം, മന്ദഹസിക്കണമെങ്കിൽ ദന്തങ്ങൾ വേണമെന്ന് ഓർത്താൽ മതി അല്ലേ? അപ്പോൾ അത് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്നാണ്? കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 2008 ഓഗസ്റ്റ് 21. അടുത്തത്. കേരളത്തിലെ നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ വി ശിവൻകുട്ടി. നെക്സ്റ്റ് വൺ. 15ാം കേരള നിയമസഭയിലെ വനിതാ MLA മാർ എത്രയാണ്? 15ാം കേരള നിയമസഭയിലെ വനിതാ MLA മാർ എത്രയാണ്? എത്രയുണ്ട് വനിതാ MLA മാർ? 11. നെക്സ്റ്റ് വൺ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ 1, 2, 3 ശരിയാണ്. 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു. 1977 ജനുവരി 1 മുതൽ പ്രാബല്യം. ഭരണഘടന 4A ഭാഗത്ത് പ്രതിപാദിക്കുന്നു. മൗലിക കർത്തവ്യങ്ങളാണ്. ഇത് 3 ശരിയായ പ്രസ്താവന. നെക്സ്റ്റ് വൺ. ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ 58ാം ആർട്ടിക്കിൾ. യോഗ്യതയാണ് 58. ഇനി ഭാദ്ര, നഗർ ഹവേലി, ദാമൻ, ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? പ്രഫുൽ പട്ടേൽ. നെക്സ്റ്റ് വൺ. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏവയാണ്? തെറ്റായ പ്രസ്താവന ഏതാണ്? 3 മാത്രമാണ് തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ് വൺ. പ്രധാനമന്ത്രിയുടെ കേന്ദ്രമന്ത്രിസഭയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിസഭയുടെ അംഗങ്ങളുടെ എണ്ണം ലോക്സഭാ മെമ്പർമാരുടെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? അതായത് പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിസഭയുടെ അംഗങ്ങളുടെ എണ്ണം ലോക്സഭാ മെമ്പർമാരുടെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 91ാം ഭരണഘടനാ ഭേദഗതി. 91ാം ഭരണഘടനാ ഭേദഗതി അല്ലേ? 42 ഏതാണ്?
അല്ലേ, ഭരണഘടന ആമുഖം ഭേദഗതി ചെയ്താണ് അല്ലേ, ആമുഖം. സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇൻറ്റഗ്രിറ്റി അല്ലേ എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്താണ് എന്ത് 42 ഭേദഗതിയിലൂടെ. 44 എന്താണ്, സ്വത്തവകാശത്തെ നീക്കം ചെയ്തില്ലേ, മൗലികാവകാശങ്ങൾ നീക്കം ചെയ്ത പദ്ധതിയാണിത് 44. 101 എന്താണ്, GST പറ്റി പറയുന്നതുമാണ്. സ്വത്തവകാശത്തിൻ്റെ കാര്യം ഇവിടെ ഓർക്കുക. ഇതെന്താണ്, ആമുഖം കൂട്ടിച്ചേർത്ത്, ആമുഖത്തിൻ്റെ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്ന് കൂട്ടിച്ചേർത്തെന്ന് ഓർക്കുക. GST ആണ് 101. നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് യൂണിയൻ കൺകറൻറ്റ് ലിസ്റ്റ് ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. സ്റ്റേറ്റ് 66 വിഷയങ്ങൾ, യൂണിയൻ ലിസ്റ്റിൽ 97 വിഷയങ്ങൾ, കൺകറൻറ്റ് ലിസ്റ്റിൽ 47 വിഷയങ്ങൾ അല്ലേ. അതായത് യൂണിയൻ ലിസ്റ്റിൽ ആകെ എത്ര ഉണ്ടായിരുന്നു? 98 അല്ലേ, 97 നേരത്തെ ഉണ്ടായിരുന്നു. 98 ആണ് ആകെയുള്ളത്, 97 ആണ് പഴയത്. ഓക്കെ, സ്റ്റേറ്റ് ലിസ്റ്റിൽ 59 ആണ് അല്ലേ, പഴയത് 66 ആണ്. കൺകറൻറ്റ് ലിസ്റ്റിൽ 52 ആണ്, പഴയത് 47 ആണ് വരുന്നത്. ഓക്കെ, ഇവിടുത്തെ ആൻസർ കറക്റ്റ് അല്ല അത്രയ്ക്ക് അല്ലേ. യൂണിയൻ ലിസ്റ്റിൽ 98 ആണ് വരുന്നത് ആൻസർ, സ്റ്റേറ്റ് ലിസ്റ്റിൽ 59 ആണ് വരുന്നത്, കൺകറൻറ്റ് ലിസ്റ്റിൽ 52 ആണ് അല്ലേ. നേരത്തെയുള്ള ലിസ്റ്റാണ്. 98 പകരം 97, 59 പകരം 66, 52 പകരം 44. ഇനിയും ഭരണഘടന 7-ാം പട്ടികയിൽ ഇതിനെപ്പറ്റി പറയുന്ന ലിസ്റ്റുകളെ പറ്റി പറയുന്നത് അനുച്ഛേദം ഏതാണ്? 246. ഓക്കെ, ഇവിടെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എത്ര ഉണ്ട് വരുന്നത്? 59 ആണ് അല്ലേ, 59 ആണ്. യൂണിയൻ എന്ന് പറയുമ്പോൾ എത്ര വരിക? 98 ആണ്. കൺകറൻറ്റ് എത്ര ആണ്? 52 ആണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തുള്ള പ്രസ്താവന തെറ്റായി തിരഞ്ഞെടുക്കുക. ബി ലിംഫോസൈറ്റുകൾ ഏതാ ആൻസർ വരുന്നത്? തെറ്റ് ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വന്നേക്കുന്നത്. 1ഉം 4ഉം തെറ്റാണ് അല്ലേ. ബി ലിംഫോസൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ വരിക? ബി ലിംഫോസൈറ്റുകൾ അല്ലേ. ലിംഫോസൈറ്റ് എന്ന് പറയുമ്പോൾ ക്ഷേത്രരക്താണുക്കളുടെ ഒരു ഭാഗമാണത് ലിംഫോസൈറ്റുകൾ അല്ലേ. ബി ലിംഫോസൈറ്റ് ബ്ലഡിലാണവ കാണപ്പെടുക. ബാക്കി വേറൊരു ഡിവിഷൻ എന്താ വരിക? ടി ലിംഫോസൈറ്റ് ആണ് വരിക. അപ്പോൾ ബി ലിംഫോസൈറ്റ് പറയുമ്പോൾ അതിന് എന്ത് നിർവീര്യമാക്കുന്ന ബി ലിംഫോസൈറ്റുകൾ എപ്പോഴും, അതായത് പൂർണ്ണ വളർച്ചയെത്തിയ ശേഷം ബി ലിംഫോസൈറ്റ് എങ്ങോട്ടാണ് പോവുക? ബ്ലഡിലേക്ക് പോവുക, അല്ലെങ്കിൽ ഓരോ അവയവങ്ങളിലേക്കും ആയിരിക്കും ഇവ പോവുക. നെക്സ്റ്റ് വൺ, സർക്കാർ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശങ്ങൾ ഏവ? ജീവകം എ ഉൾപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശങ്ങൾ ഏവ? ആൻസർ 1ഉം 4ഉം ആണ്. അതായത് കോർണിയ വളർച്ച തടയുന്നതിനും നിശാന്തത തടയുന്നതിനും അല്ലേ. വൈറ്റമിൻ എ എന്തിനാവശ്യമാണ്? നിശാന്തതയ്ക്ക് അല്ലേ ആവശ്യമാണെന്ന് നമുക്കറിയാവുന്ന കാര്യം. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രമുഖ പ്രകൃതിശാസ്ത്രജ്ഞനായ ജോൺ റേയുടെ സംഭാവനകൾ ശരിയായവ ഏതെല്ലാമാണ്? ശരിയായ പ്രസ്താവന ഏതെല്ലാം? ജോൺ റേ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത്. ശരിയായവ 2ഉം 3ഉം ശരിയാണ്. 2ാമത്തെ 3ാമത്തതും ശരിയാണ്. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. 18,000-ലധികം സസ്യങ്ങളെ ഉൾക്കൊള്ളിച്ച് ഹിസ്റ്റോറിയ പ്ലാന്റം എന്ന പുസ്തകം പുറത്തിറക്കി. നെക്സ്റ്റ് വൺ, ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണുജീവി ഏത്? ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണുജീവി ഏതാണ്? ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണുജീവി ഏതാണ്? ഏതാണ് ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണുജീവി എന്ന് പറയുന്നത്? ആൻസർ വാരിസെല്ല വൈറസാണ്. വാരിസെല്ല വൈറസാണ് സൂക്ഷ്മാണുജീവി ചിക്കൻ പോക്സ് പകർത്തുന്നത് അല്ലേ. ഇനി റൂബിയോള വൈറസ് എന്താ പറയുന്നത്? റൂബിയോള വൈറസ് മീസിൽസ് ആണ് അല്ലേ. വാരിയോള വൈറസോ വസൂരിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന അസുഖങ്ങളിൽ സൊണോറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന അസുഖം ഏതാണ്? സൊണോറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന അസുഖം ഏതാണ്? ഏതാണ് സൊണോറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന അസുഖം എന്ന് പറയുന്നത്? ആൻസർ എലിപ്പനിയാണ്. ഇനി സൊണോറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന അസുഖങ്ങളൊക്കെ എന്താണ്? സൊണോസിസ് അല്ലേ, ആ വിഭാഗത്തിലെ പെടുക. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന അസുഖങ്ങളാണ് എന്ത്? സൊണോസിസ് എന്ന് പറയും അല്ലേ. അതായത് ജേംസ് എന്ന് പറയുന്ന വൈറസുകളും ബാക്ടീരിയയും പാരസൈറ്റും ഒക്കെ വഴി നമ്മളിലേക്ക് വരുന്ന, അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്നതാണ് സൊണോറ്റിക് എന്ന് പറയും. എന്നാൽ മൃഗങ്ങൾക്കിടയിൽ മാത്രം കാണുന്ന സാംക്രമിക രോഗം എന്താണ്? എപ്പിസൂട്ടിക് എന്ന് പറയും. എന്ത് പറയും? എപ്പിസൂട്ടിക് എന്ന് പറയും. എപ്പിസൂട്ടിക് മൃഗങ്ങൾക്കിടയിൽ മാത്രം കാണുന്നതാണ്. മറ്റൊരെന്താണ്? സൊണോറ്റിക് എന്താണ്? മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് വരുന്നതാണ് അല്ലേ.
അത് വൈറസും ബാക്ടീരിയ മുഖേനയൊക്കെ വന്നുകൊണ്ടിരിക്കും. ഇവിടുത്തെ ആൻസർ എന്താണ്? എലിപ്പനിയായിരുന്നു. ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ്? ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ്? 120/80 mmHg ആണ് അല്ലേ. ദേശീയ ആരോഗ്യ ദൗത്യം ആരംഭിച്ചത് എന്നാണ്? ദേശീയ ആരോഗ്യ ദൗത്യം ആരംഭിച്ചത് എന്നാണ്? 2013. അടുത്ത ക്വസ്റ്റ്യൻ, ക്രഷിംഗ് ദി കർവ് താഴെ പറഞ്ഞതിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ട്? ക്രഷിംഗ് ദി കർവ് താഴെ പറഞ്ഞതിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ കൊറോണ വൈറസ് അല്ലേ. COVID-19 സമയത്താണ് അല്ലേ. COVID-19 സമയത്ത് സർക്കാർ അല്ലേ പിന്നെ കൂട്ടമായിട്ട് വാക്സിനേഷൻ എടുക്കാൻ വാക്സിനേഷൻ എടുത്തു. അതിൻ്റെ ഫലമായിട്ട് വന്ന ആ ഒരു പേരാണ് ഇത് ക്രഷിംഗ് ദി കർവ് എന്ന് വെച്ചാൽ. കൂട്ടമായിട്ട് വാക്സിനേഷനൊക്കെ എടുത്തിട്ട് അതിന് ആ പാൻഡമിക് സിറ്റുവേഷൻ നമ്മൾ അതിജീവിച്ചിരുന്നു. സോ കൊറോണ വൈറസാണ് ഇവിടുത്തെ ആൻസർ. വീർപ്പിച്ചൊരു ബലൂൺ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നു. ഇത് താഴെ തന്നിരിക്കുന്ന ഏത് നിയമവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏത് നിയമമാണ്? ആൻസർ ബോയിൽ നിയമം. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? ആൻസർ ഒന്ന് മാത്രം അല്ല. നെക്സ്റ്റ് വൺ, യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക. യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക. യഥാർത്ഥ ലായനി ഏതാണ്? ആൻസർ ബി. ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികളെ അരിച്ചു മാറ്റാൻ കഴിയില്ല. അതാണ് യഥാർത്ഥ പ്രസ്താവന വരുന്നത്. നെക്സ്റ്റ് വൺ, ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥ എന്താണ്? ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥ എന്താണ്? ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥ എന്താണ്? ജാൻടെല്ലർ മെറ്റൽ. ജാൻടെല്ലർ മെറ്റൽ. ജാൻടെല്ലർ മെറ്റൽ. ലോകത്തിലെ 3ാമത്തെ വലിയ വജ്രം ഖനനം ചെയ്തെടുത്തത് എവിടെ നിന്നാണ്? ലോകത്തിലെ 3ാമത്തെ വലിയ വജ്രം ഖനനം ചെയ്തെടുത്തത് എവിടെ നിന്നാണ്? ആൻസർ ബോട്സ്വാന. ബോട്സ്വാന വലിയ വജ്രം. നെക്സ്റ്റ്, ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ പോളിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം എത്രയാണ്? അതിൻ്റെ വക്രത ആരം എത്രയാണ്? 24 സെൻറ്റിമീറ്റർ. എത്രയായിരിക്കും വക്രത ആരം? 24 സെൻറ്റിമീറ്റർ ആണ്. നെക്സ്റ്റ് വൺ, ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവപ്രദേശത്തു നിന്നും ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് രണ്ടും കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിണ്ഡവും ഭാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവപ്രദേശത്തു നിന്നും ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിണ്ഡവും ഭാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ പിണ്ഡം മാറുന്നില്ല, ഭാരം കുറയുന്നു. ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവപ്രദേശത്തു നിന്നും ഭൂമധ്യരേഖ പ്രദേശത്ത് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിണ്ഡം മാറുന്നില്ല, ഭാരം കുറയുന്നു. നെക്സ്റ്റ് വൺ, പ്രസ്താവന എസ് അല്ലെ. ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്ക് കർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ബെയറിങ്ങൾ ഉപയോഗിക്കുന്നു. കാരണം ഉരുൾ കർഷണം നിരങ്ങൽ കർഷണത്തേക്കാൾ കുറവാണ്. ഇനി താഴെ പറഞ്ഞത് ശരിയാണ് തെറ്റാണ് അല്ലേ? ഓപ്ഷൻസ് ശരിയെന്ന് നോക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. എസും ആറും ശരിയാണ്. എസിനുള്ള ശരിയായ വിശദീകരണമാണ് 6. ഈ എസിന് പറഞ്ഞ വിശദീകരണമാണ് 6 കൊടുത്തേക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? ഗഗൻ യാത്ര. ഏതാണ് ദൗത്യം? ഗഗൻ യാത്ര. ഗഗൻയാൻ. ഓക്കെ, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? ഗഗൻയാൻ. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS 3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? GSLV F10. GSLV F10 ആണ് വരുന്നത്. GSLV F10 അല്ലേ? അതായത് ഇത് ലോഞ്ച് ചെയ്തത് എന്നാണ്? ഓഗസ്റ്റ് 12, 2021 അല്ലേ? EOS 3 ലോഞ്ച് ചെയ്തത് ഓഗസ്റ്റ് 12, 2021. പക്ഷേ ബെയിൽഡായി അല്ലേ? നെക്സ്റ്റ്, ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? PK കാളനാണ്. PK കാളനാണ് ഗദ്ദിക. PK കാളൻ ഗദ്ദിക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സിനിമയാണ് G. അരവിന്ദൻ സംവിധാനം ചെയ്യാത്തത്? അതാണ് ചോദ്യം. ഏതാണ് അരവിന്ദൻ സംവിധാനം ചെയ്യാത്തത്? ആൻസർ എലിപ്പത്തായം. എലിപ്പത്തായമാണ്. ബാക്കിയല്ല. ഉത്തരായണം, കാഞ്ചന സീത, തമ്പ് എന്നിവ G. അരവിന്ദൻ സംവിധാനം ചെയ്ത സിനിമകളായിരുന്നു. ടെക്സ്റ്റ് വൺ, 1990 വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ. 1990 വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ. ആൻസർ ലിയാണ്ടർ പേസ്. ലിയാണ്ടർ പേസ് ആണ് ആൻസർ.
ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥകൾ ഉൾപ്പെടാത്തത്? താഴെ കൊടുത്തവയിൽ ഏത് കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥകളിൽ ഉൾപ്പെടാത്തത്? ആൻസർ ഓപ്ഷൻ സി ആണ് ഏകാന്ത പഥികൻ. ഏകാന്ത പഥികൻ. 1998 ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ട സിനിമാ നടൻ ആരാണ്? മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ട സിനിമാ നടൻ ആരാണ്? ആൻസർ അജയ് ദേവഗൺ. നെക്സ്റ്റ് വൺ, 2018 കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? ആൻസർ 3ാം സ്ഥാനം. നെക്സ്റ്റ് വൺ, 2020 ഒളിമ്പിക്സ് ഫുട്ബോൾ സ്വർണം നേടിയ ബ്രസീലിന് വേണ്ടി ഗോൾ നേടിയ കളിക്കാരൻ ആരാണ്? ഗോൾ നേടിയ കളിക്കാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് മാൽക്കം. ഓക്കെ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോക്കോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്കാണ്? പ്രോട്ടോക്കോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്കാണ്? ആൻസർ ഗേറ്റ്വേ. ആർക്കാണ്? ഗേറ്റ്വേ. നെക്സ്റ്റ് വൺ, ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വാജി വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസറിനെ ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസറിൻ്റെയും പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഫിഷിംഗ്. വ്യാജ വെബ്സൈറ്റ് അല്ലേ മോഷ്ടിക്കുന്ന രീതി അല്ലേ, യൂസറിൻ്റെയും പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതിയാണ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ, താഴെ പറഞ്ഞ കമ്പ്യൂട്ടറിലെ പ്രോസസ്സിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏതാണ്? ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏതാണ്? ക്യാഷ് മെമ്മറി. ഇതാണ് മെമ്മറി. കമ്പ്യൂട്ടറിലെ പ്രോസസ്സിങ്ങിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏതാണ്? ക്യാഷ് മെമ്മറി. നെക്സ്റ്റ് വൺ, കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവിന് കീഴിൽ 2020 നടത്തിയ വീഡിയോ കോൺഫറൻസിംഗ് സൊല്യൂഷൻ ഡെവലപ്മെൻറ്റ് ചലഞ്ചിലെ വിജയിയായ കമ്പനി. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവിന് കീഴിൽ 2020 നടത്തിയ വീഡിയോ കോൺഫറൻസിംഗ് സൊല്യൂഷൻ ഡെവലപ്മെൻറ്റ് ചലഞ്ചിലെ വിജയിയായ കമ്പനി ഏതാണ്? ആൻസർ ടെക്ജൻഷ്യ. ആൻസർ ടെക്ജൻഷ്യ. ആൻസർ ഏതാണ്? ടെക്ജൻഷ്യ. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി CDAC വികസിപ്പിച്ചെടുത്ത GNU ലിനക്സ് സോഫ്റ്റ്വെയർ. ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി CDAC വികസിപ്പിച്ചെടുത്ത GNU ലിനക്സ് സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ബോസ്. ഓക്കെ. നെക്സ്റ്റ് 2005 വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട ശരി ഉത്തരം ഏതാണ്? 2005 വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട ശരി ഉത്തരം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളത് ഒഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. 2005 വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട ശരി ഉത്തരം ഏതാണ്? പൗരന് ലഭിക്കാവുന്ന വിവരം എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്ന് ആൻസർ ഏതാണ് വന്നത്? സി ആണ് അല്ലേ. അതായത് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളത് ഒഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നു. പൊതു അധികാര സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ, അവരുടെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. നെക്സ്റ്റ് വൺ, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടുള്ളത് ആർക്കാണ്? 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടുള്ളത് ആർക്കാണ്? ആർക്കാണ് അധികാരമുള്ളത്? ആർക്കാണ് അധികാരം ഉള്ളത്? ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടറിനും. ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടറിനുമാണ് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരമുള്ളത്. അടുത്തത്, ഏത് നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? ഏത് നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയാൻ ആ നിയമമാണ് 1989 നിയമത്തിലാണ് ഏത് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ,
2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിൻ്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് തെറ്റായ ഉത്തരം ഏതാണ്? തെറ്റായ ഉത്തരം കൊടുത്തേക്കുന്നത് ഏതാണെന്നാണ് ആൻസർ. ഉത്തരം ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ്. നിയമപരമായി വിവാഹിതനായ ഭർത്താവിനെതിരെ മാത്രമേ പരിഹാരങ്ങൾ അവകാശപ്പെടാനാവുകയുള്ളൂ. ചോദ്യം ഒന്നുകൂടെ പറയാം. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിൻ്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് തെറ്റായ ഉത്തരം അല്ലേ, ഇതാണ് തെറ്റ്. ബാക്കി എല്ലാവരും മജിസ്ട്രേറ്റ് നടപടികൾ രഹസ്യമായി നടത്താവുന്നതാണ്. ഉത്തരവിൻ്റെ പകർപ്പോൾ കോടതി സൗജന്യമായി നൽകണം അല്ലേ. ആ മൂന്നും ശരിയായ ഉത്തരം, തെറ്റത് മാത്രം. നെക്സ്റ്റ് വൺ. 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിൻ്റെ സംരക്ഷണം നൽകുന്ന കുട്ടിയുടെ പ്രായപരിധി എത്രയാണ്? 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി എത്രയാണ്? എത്രയാണ് കുട്ടിയുടെ പ്രായപരിധി വരിക? 18 വയസ്സിൽ താഴെ അല്ലേ. കുട്ടി എന്ന് പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ അത് ലഭിക്കുമാവുള്ളൂ. ഇനി ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു? ആരാണ്? യശ്വർദ്ധൻ കുമാർ സിൻഹ. യശ്വർദ്ധൻ കുമാർ സിൻഹ. നെക്സ്റ്റ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷണർ ഭരണഘടനാ പദവി നൽകുന്ന ഏത് ഭേദഗതി? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത് ഏത് ഭേദഗതി വഴിയാണ്? ഏത് ഭേദഗതിയാണ്? 102-ാം ഭേദഗതി. 2018 വരുന്ന 102-ാം ഭേദഗതി നിയമപ്രകാരമാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഭരണഘടനാ പദവി നൽകുന്നത്. നെക്സ്റ്റ് വൺ. വർഷത്തെ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരാൾ 2000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ തുക 2205 രൂപയായി എങ്കിൽ പലിശ നിരക്ക് എത്രയാണ്? ആൻസർ 5. ഒരു സമചതുരത്തിൻ്റെ വികീർണം 12 സെൻറ്റിമീറ്റർ ആകുന്നു. അതിൻ്റെ പരപ്പളവ് എത്രയാണ്? ആൻസർ ഡി ആണ്. നെക്സ്റ്റ് വൺ. ഒരു പരീക്ഷയ്ക്ക് ഹാജരായവയിൽ 49.3% കുട്ടികൾ വിജയിച്ചു. ജയിച്ചവരുടെ എണ്ണം 23,128 അല്ലേ. 23,128. ഓക്കെ. ആയാൽ ഏകദേശം എത്ര കുട്ടികൾ പരീക്ഷ എഴുതി? ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ. മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 2 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരാളെ കടന്നു പോകുവാൻ 10 സെക്കൻഡ് എടുത്തു എങ്കിൽ ട്രെയിനിൻ്റെ വേഗത എന്താണ്? എന്താണ് വേഗത? 52 km/മണിക്കൂർ. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ. ഒരു ടാങ്ക് അതിൻ്റെ 3/4 ഭാഗം വെള്ളം നിറച്ചിരിക്കുന്നു. 5 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ അതിൻ്റെ 4/5 ഭാഗം നിറയുമെങ്കിൽ ടാങ്കിൻ്റെ യഥാർത്ഥ ശേഷി എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ. പേനെ പെൻസിലെന്നും പെൻസിലിനെ ചോക്കെന്നും ചോക്കിനെ സ്ലേറ്റ് എന്നും സ്ലേറ്റിനെ പേപ്പർ എന്നും എഴുതിയാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എഴുതാൻ ഉപയോഗിക്കുന്നത്? പേനയെ പെൻസിലെന്നും പെൻസിലിനെ ചോക്കെന്നും ചോക്കിനെ സ്ലേറ്റ് എന്നും സ്ലേറ്റിനെ പേപ്പർ എന്നും എഴുതിയാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എഴുതാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പെൻസിൽ. ആൻസർ ഇവിടെ വന്നേക്കുന്നത് ഓപ്ഷൻ ബി പെൻസിൽ കേട്ടോ. നെക്സ്റ്റ് വൺ. 77-ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്. ABCDEF എന്നീ 6 പേർ പരസ്പര അഭിമുഖമായി വട്ടത്തിയിരിക്കുന്നു. എഫ് എന്നയാൾ ബിയുടെ അടുത്ത് നിന്ന് 3-മതാണ്. എ എന്നയാൾ സിയുടെ അടുത്ത് നിന്ന് 4-മതാണ്. ഡി എന്നയാൾ സിക്കും എഫിന് ഇടയിലാണ്. ഇ എന്നയാൾ എക്കും എഫിന് ഇടയിലാണെങ്കിൽ ഇയുടെ എതിർവശം ഇരിക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ. ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 80-ൻ്റെ ആൻസർ വരുന്നത് എ ആണ്. ഓക്കെ. നെക്സ്റ്റ്. fill in the blanks. Fill in the blank with the appropriate words. I bought a pen dash pen writes well. I bought a pen dash pen writes well. I bought a pen dash pen writes well. The pen writes well.
I bought a pen. The pen writes well. The pen writes well. The pen writes well. Next, the principal along with his staff dash going for a picnic. The principal along with his staff dash going for a picnic. Dash going for a picnic. Answer is going for a picnic. Sada. His staff is going for a picnic. Next one. I usually drink tea, but today I dash coffee. I usually drink tea, but today I dash coffee. But today I dash coffee. But today I dash coffee. I am drinking coffee. But today I am drinking coffee. But today I am drinking coffee. The house is dash than my house. The house is dash than my house. Bigger than my house. Dr. Kalam was born dash 1931. Dr. Kalam was born dash. Dr. Kalam was born in. Dr. Kalam was born in. Dr. Kalam was born in 1931. One of his dash is studying in Mumbai. One of his dash is studying in Mumbai. One of his sons is studying in Mumbai. He ran fast. He ran dash. He ran dash. He ran fast. He ran fast. Next, the meaning of harmony is. The meaning of harmony is the meaning of harmony is agreement. The meaning of harmony is agreement. The synonym of cease is. The synonym of cease is synonym of cease is catch. Synonym of same word cease catch. The antonym of cease ഇത് cease അല്ലേ CEASE cease antonym opposite word എന്താണ് antonym എന്താണ് begin നിർത്തുക തുടങ്ങുക begin cease begin. നെക്സ്റ്റ് വൺ നീതിയെ സംബന്ധിക്കുന്ന എന്നർത്ഥം വരുന്ന പദം ഏതാണ്? നീതിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? നൈതികം. നൈതികമാണ് നീതിയെ സംബന്ധിക്കുന്നത്. നൈതികമാണ് നീതിയെ സംബന്ധിക്കുന്നത്. ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം എന്താണ്? ധനാശി പാടുക എന്നതിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? ധനാശി പാടുക. ധനാശി പാടുക. ഓക്കെ, അവസാനിപ്പിക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. ചുവടെ കൊടുത്ത ശരിയായ വാക്യം ഏതാണ്? ശരിയായ വാക്യം എന്ന് പറയുന്നത് എനിക്ക് 10 തേങ്ങ വേണം. അതാണ് ശരിയായ വാക്യം. എനിക്ക് 10 തേങ്ങ വേണം. ഉന്നമ്രം എന്ന പദം ശരിയായി പിരിച്ച് എഴുതുക. ഉന്നമ്രം എന്ന പദം ശരിയായി പിരിച്ച് എഴുതുക. എങ്ങനെ വരാം? ഉത് പ്ലസ് നമ്രം. ഉന്നമ്രം ഉത് പ്ലസ് നമ്രമാണ് ഉന്നമ്രം. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ ആമയുടെ പര്യായമായി വരുന്ന പദം ഏതാണ്? ആമയുടെ പര്യായമായി വരുന്ന പദം ഏതാണ്? എന്താണത്? കച്ചപം. കച്ചപം. ആമ. കച്ചപം. നെക്സ്റ്റ്, ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ. ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ. ആൻസർ, നിങ്ങൾക്ക് സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിച്ചൊലിക്കുക. നിങ്ങൾക്ക് സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിച്ചൊലിക്കുക. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദം ഏതാണ്? സൂചിപ്പിക്കാത്ത പദം ഏതാണ് വരിക? സ്വാമികൾ അല്ലേ? ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദമാണ്. ബാക്കി അധ്യാപകർ, കവികൾ, ശിഷ്യന്മാരൊക്കെ ബഹുവചനമാണ്. ഓക്കെ. അവരജൻ എന്ന പദത്തിൻ്റെ വിപരീതം അവരജൻ. അവരജൻ്റെ വിപരീത പദം എന്താണ്? അവരജൻ്റെ വിപരീത പദം എന്താണ്? അഗ്രജൻ. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ്? ശരിയായ പദം ഏതാണ്? ഉദ്ഗന്ധം. നെക്സ്റ്റ്, ഭഗിനി എന്ന പദത്തിൻ്റെ പുല്ലിംഗ രൂപം ഏതാണ്? ഭഗിനിയുടെ പുല്ലിംഗ രൂപം ഏതാണ്? ഭ്രാതാവ്. ഓക്കെ. ഇടയ്ക്ക് ചില ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിരുന്നു. Sorry for that. So thank you for watching and please subscribe me. Thank you.